ചാപ്റ്റർ ലൈറ്റ് മിറേഴ്സ് ആൻഡ് ലെൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു, ചാപ്റ്റർ 10. സോ അതിനകത്ത് നമ്മൾ പ്ലെയിൻ മിറർ എന്താണെന്ന് പഠിച്ചു. അതുപോലെ സ്ഫെറിക്കൽ മിറേഴ്സിൽ 2 ടൈപ്സ് ഉണ്ട്, കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ്. സോ ഒരാൾ വിളിച്ചു മിസ്. ഇതൊക്കെ ചോദിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകുന്ന ആൽത്യ? യെസ്. ഹലോ. യെസ്. കിട്ടി ആ ഒരു എനിക്ക് ബൂസ്റ്റപ്പ് കിട്ടി. ഇനിയിപ്പോ ഹാപ്പി ആയിട്ട് ക്ലാസ് എടുക്കാം, കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യെസ്. ആൽത്യ, ഞാന് ഒരു മിററിന്റെ റേ ഡയഗ്രാം വരക്കും, അത് ഏത് മിറർ ആണെന്ന് പറയണം കേട്ടോ. നീ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഹാപ്പി ആയിരുന്നൊക്കെ. ഓക്കെ, ഞാൻ വരക്കാണ്. വിച്ച് മിറർ ഈസ് ദിസ്? കോൺവെക്സ് മിറർ. വെരി ഗുഡ്. കണ്ടാ, അവളെ ആൻസർ പറയുന്നത് എനിക്ക് അറിയാമായിരുന്നു. കണ്ട, അവളെല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്ന ആളാണ്, സത്യമായിട്ട് പറയുന്ന ആളാണെന്നൊക്കെ. അടുത്ത ഒരാൾ വിളിച്ചോ. അമ്മയ്യ. ഓക്കെ, എനിക്ക് എവിടെ, അയ്യോ പോയി. എനിക്ക് ഈ മിററിനെ കോൺകേവ് മിറർ ആക്കി വരക്കണം. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഞാൻ ലെഫ്റ്റില് ഷോർട്ട് ലൈൻസ് വരക്കണോ, റൈറ്റില് ഷോർട്ട് ലൈൻസ് വരക്കണോ? ലെഫ്റ്റില് ഷോർട്ട് ലൈൻസ് വരക്കാം. അപ്പൊ നമുക്കിത് എന്തായി? ഒരു കോൺകേവ് മിറർ ആയി അല്ലേ. അപ്പൊ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് വെരി വെരി ബേസിക്. ഓക്കെ, അടിപൊളിയായിട്ട് പറഞ്ഞിട്ടാടാ. യെസ്. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി ടോപ്പിക്സിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ ഫസ്റ്റ് ലോ ആയിരുന്നു പറഞ്ഞു നിർത്തിയത്. ഇതിൽ കുറച്ച് ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻസിഡന്റ് റേ, അതായത് ഇൻസിഡന്റ് ചെയ്യുന്ന റേ ഇൻസിഡന്റ് റേ, റിഫ്ലക്ട് ചെയ്യുന്ന റേ റിഫ്ലക്റ്റഡ് റേ. ആ പോയിന്റ്, അതായത് മിററിൽ ഏത് പോയിന്റിലാണോ ഇൻസിഡന്റ് ചെയ്യുന്നത് അത് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അവിടെ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുന്ന ഇമാജിനറി ലൈൻ ആണ് നോർമൽ. നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത്രയും ടേംസ് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് പഠിച്ചത്? എന്ത് പഠിച്ചത്? ലോസ് ഓഫ് റിഫ്ലക്ഷനിലെ ഫസ്റ്റ് ലോ പഠിച്ചത്. സെക്കൻഡ് ലോ നമ്മൾ ഇന്ന് പഠിക്കുള്ളൂ. ഫസ്റ്റ് ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ, ഓർ വി ക്യാൻ സേ ആസ് I ഈസ് ഈക്വൽ ടു R. ഡെഫിനിഷൻ അല്ലെങ്കിൽ ലോ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് I ഈസ് ഈക്വൽ ടു R എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് പ്രോപ്പർലി, ലൈക്ക് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ, എന്നാലാണ് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ ആണോ? സെറ്റ് ആണോ? സെറ്റ് അല്ലേ? ശ്രേയ, ഹായ് ഹായ്, ഹൈ ഫൈ അടിക്കി. അടിക്കാൻ പറയുമ്പോഴേ ഇത് മറ്റേ അമ്പലത്തിൽ പോയി മണി അടിക്കുന്ന പോലെയാണല്ലോ. ഓക്കെ, യെസ്. ദെൻ സ്ഫെറിക്കൽ മിറേഴ്സിന്റെ ഒരു ഡെഫിനിഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ തന്ന ടോപ്പിക്സിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചില്ല, ബട്ട് എക്സാമിന് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ തന്നത്. സ്ഫെറിക്കൽ മിറേഴ്സ് ആർ മിറേഴ്സ് whose reflecting surfaces are shaped like a part of a hollow glass sphere. ഒരു ഹോളോ ഗ്ലാസ് സ്ഫിയറിന്റെ ഒരു പാർട്ടായിട്ട് വരുന്ന റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ള മിറർ ആണ് സ്ഫെറിക്കൽ മിറർ. ഓക്കെ, ആ ഡെഫിനിഷൻ പഠിച്ചെങ്കിലും ഒന്ന് വേവ് ചെയ്തേടാ. പഠിച്ചു കഴിഞ്ഞോ? അല്ല, ഡെഫിനിഷൻ ഞാൻ പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. പഠിച്ചവരൊക്കെ ഒന്ന് വേവ് ചെയ്തേ. അനങ്ങുന്നില്ലല്ലോ ആരും. കുറച്ചു പേരൊക്കെ അനങ്ങിയിട്ടുണ്ട്. സമാധാനം. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു ഹോളോ ഗ്ലാസ് സ്ഫിയറിന്റെ ഒരു പാർട്ടായിട്ട്, ഞാൻ ഗ്ലാസ് സ്ഫിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. ഒരു ഹോളോ ഗ്ലാസ് സ്ഫിയറിന്റെ ഒരു ചെറിയ പാർട്ട് കണ്ടോ, ഒരു ചെറിയ പാർട്ടായിട്ട് വരുന്ന റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ള മിറർ ആണ് സ്ഫെറിക്കൽ മിറേഴ്സ്. ഓക്കെ, ആ ഒരു ഡെഫിനിഷൻ കൂടി ഒന്ന് ഓർത്തിരിക്കണം. ഇത് ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ, ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, യെസ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ വെച്ച് നമ്മൾ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തിരുന്നു. ഒരാളെ കൂടി വിളിച്ചോ മിസ്. അനന്യ പാണ്ഡെ. അയ്യോ, അനന്യ പാണ്ഡെ അല്ല, അനന്യ കേസ് അല്ലേ? കേസ് അല്ലേ? ഓക്കെ. അനന്യ പാണ്ഡേനെ അറിയോ? സിനിമാ നടി അനന്യ പാണ്ഡേനെ അറിയില്ല? ഫേമസ് ബോളിവുഡ് ആക്ട്രസ്. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് വേറെ ഏതോ ആക്ടറിന്റെ മോളാട്ടിയാണ്. ഓക്കെ, അതിനെന്താ ഇവിടെ പ്രസക്തി എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. എനിവേസ്, ഞാനൊരു ക്വസ്റ്റ്യൻ തരാണ്. ഇതൊരു പ്ലെയിൻ മിറർ. ദിസ് ഈസ് ദ, ഇതെന്താണ്? നോർമൽ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ഇൻസിഡന്റ് റേ. ദിസ് ഈസ് ദ റിഫ്ലക്റ്റഡ് റേ. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 70 ഡിഗ്രി. ടോട്ടൽ ആംഗിൾ 70 ഡിഗ്രി. വാട്ട് വിൽ ബി ദ ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? Pin drop silence.
ഓക്കെ, അതായത് ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ടോട്ടൽ ആംഗിൾ ആണ് ഇവിടെ 70 ഡിഗ്രി അല്ലെ. ഈ കാണുന്ന ടോട്ടൽ ആംഗിൾ ആണ് 70 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതും ഇതുമാണ്. ഓക്കെ, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ 70ന്റെ ഹാഫ് എടുത്താ പോരെ? 70ന്റെ ഹാഫ് എത്രയാണ്? വേഗം പറഞ്ഞ 70യുടെ ഹാഫ്. എല്ലാവരും ഒന്ന് നിങ്ങളുടെ കയ്യിലോ എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചേ. 70യുടെ ഹാഫ് എവിടെ എത്രയുണ്ട്? കുറെ പേര് കാണിക്കുന്നുണ്ട്. എവിടെ ഋഗ്വേദ നിന്റെ എത്രയാടാ? ഇത് തിരിഞ്ഞും മറിഞ്ഞും പറഞ്ഞോണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ലടാ. അത് 35 ആണോ അല്ലെങ്കിൽ 53 ആണോ? 35. ഓക്കെ, 35. ഓക്കെ, 70യുടെ ഹാഫ് വരുന്നത് 35 ആണ്. ഇങ്ങനെയാണ് പ്രോബ്ലം ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്യണം. ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് എന്താണ്? ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ. ആദ്യം ഇങ്ങനെ എഴുതിയിട്ട് അത് 70 ആണെന്ന് പറയാം. ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ആൻഡ് വി നോ ദാറ്റ് ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ നമുക്കറിയാം. ഇവിടെ നമുക്ക് ആംഗിൾ ഐ പ്ലസ് ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 70 ആണ്. സോ ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 70/2, ദാറ്റ് ഈസ് 35 ഡിഗ്രി. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്യണം. അപ്പൊ ഈ ഒരു ഫോമാറ്റ് ഫോളോ ചെയ്താൽ മതി. ഫസ്റ്റ് എന്ത് എഴുതാം? ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ, ഗിവൺ ഇൻഫർമേഷൻ ആദ്യം എഴുതാം. ദെൻ നമുക്ക് പറയാം ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ആണ്. ആംഗിൾ ഐ പ്ലസ് ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 70 ആണ്. സോ ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 70/2, 35 ഡിഗ്രി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു കഴിഞ്ഞാൽ എത്ര പേര് അത് കറക്റ്റ് ആക്കും? ഇതേ സ്റ്റെപ്സ് തന്നെ എഴുതി കറക്റ്റ് ആക്കുന്നുള്ളവരെ ഒന്ന് പവർ കാണിച്ച് ചെയ്ത് നോക്കട്ടെ. ക്ലാസിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു പവർ ഇല്ലാണ്ട് എങ്ങനെയാ? യെസ്, പവർ ഇല്ലാതിരിക്കുന്നവരെയൊക്കെ ഞാൻ അവിടെ വന്ന് ഇടിക്കൂട്ടോ. എവിടെ ആരാണ്? ശ്രേയെ, നിനക്ക് പവർ ഇല്ലേ? നീ കറക്റ്റ് ആക്കില്ലേ? ഉണ്ട്, പവർ ഉണ്ട്. അവന്തികയല്ല, നമ്മുടെ നന്ദബാല. എനിക്ക് മാറിപ്പോവും. നന്ദബാല, ഹലോ, ഇന്ന് വല്ല സ്റ്റോറി ഉണ്ടാ? ഉണ്ടെങ്കിൽ പറയണോട്ടോ, കേട്ടിരിക്കാൻ രസമാണ്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ, വിച്ച് ഈസ്, ഒരാളെ വിളിച്ചു വായിക്കാൻ. ജോയൽ. എപ്പോഴും ഞാൻ വായിക്കാനായിട്ട് വിളിക്കാൻ പറയുമ്പോ മിസ് കറക്റ്റ് ആയിട്ട് വിളിക്കുന്നത് ജോയലിനെ ഇരിക്കുള്ളൂ. അല്ലേടാ? കറക്റ്റ് അല്ലേ? യെസ്. എന്നാലും കുഴപ്പമില്ല, വായിച്ചോ. എനിവേസ്, വായിച്ചോ. At the point of incident area on the same plane. Okay, yes, very good. The incident ray, the reflected ray and the normal at the point of incidence are on the same plane. ഒന്നുമില്ല, ഇത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. കാരണം ഈ പ്ലെയിൻ എന്നൊക്കെ പറയുന്ന സംഭവം നിങ്ങൾ വിചാരിക്കും പ്ലെയിനോ? നോ, അതല്ല. ഇവര് 3 പേരും, അതായത് ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരു സെയിം പ്ലെയിനിലായിരിക്കും. അതായത് നമ്മളിപ്പോൾ കാണുന്ന നമ്മളെല്ലാം 3Dയിലല്ലേ ഉള്ളത്? 2Dയിലല്ല, നമ്മൾ 3Dയിലാണ് എല്ലാവരും ഉള്ളത് അല്ലേ? നമുക്ക് 3D ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ നമ്മളെല്ലാവരെയും? ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ മൊത്തം കുറെ പ്ലെയിനുകളുണ്ട്, വെറുതെ കുറെ പ്ലെയിനുകളുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരൊറ്റ പ്ലെയിനിലായിരിക്കും ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും വരുന്നത്. അല്ലാതെ ആ പ്ലെയിനിന്റെ പുറത്തേക്കോ അകത്തേക്കോ വേറെ റേസ് ഒന്നും പോവില്ല. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും സെയിം പ്ലെയിനിലായിരിക്കും. ഇതൊരു പ്ലെയിൻ ആണെങ്കിൽ ആ പ്ലെയിനിൽ തന്നെ ആയിരിക്കും 3 പേരും. ഒരാൾ ഈ പ്ലെയിനിലും അടുത്ത ആൾ അപ്പുറത്തെ പ്ലെയിനിലും, അങ്ങനെയല്ല. 3 പേരും സെയിം പ്ലെയിനിലായിരിക്കും. പറഞ്ഞ കാര്യം മനസ്സിലായെങ്കിൽ മാത്രം ഒന്ന് വേവ് ചെയ്തേ. പറഞ്ഞ കാര്യം മനസ്സിലായി. സിമ്പിൾ ആണ്. കുറെ പ്ലെയിൻസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റാത്ത കുറെ ഇൻവിസിബിൾ പ്ലെയിൻസ് ഉണ്ട്. ഈ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമൽ എല്ലാവരും ഒരൊറ്റ സെയിം പ്ലെയിനിലായിരിക്കും. ഒരാൾ ഒരു പ്ലെയിൻ, അടുത്ത ആൾ വേറെ പ്ലെയിൻ, അങ്ങനെയല്ല. സെറ്റ് അല്ലേ? അപ്പൊ ഡെഫിനിഷൻ വേഗം എഴുതിയെടുത്തോളൂ. ഡെഫിനിഷൻ അല്ല, ലോ വേഗം എഴുതിയെടുത്തോളൂ. ഇത് എഴുതാം. ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. 2 ലോസും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നുള്ളത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് ഓൺ ദ സെയിം പ്ലെയിൻ എന്നുള്ളത് ഉണ്ടായാൽ മതി. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ഇവർ 3 പേരും സെയിം പ്ലെയിനിലാണ്.
മാർക്ക് ചെയ്തോ? എഴുതി കഴിഞ്ഞോ? എല്ലാം ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. സെറ്റ് ആണോ? ഓൾ സെറ്റ്. ഐ വാണ്ട് ടു ഹാവ് എ വേർഡ് വിത്ത് ധ്രുവ്. അവിടെ താഴെ, അവിടെ തന്നെ. ആ ഏ ആ ഏ ആ ഏ മിനിറ്റ്. എടാ മനസ്സിലായോ? അന്ന് പറഞ്ഞേ, ഞാൻ മാച്ചളയട്ടെ. ആ പറഞ്ഞോ. വെരി ഗുഡ്, അത്രേ ഉള്ളൂ. സിമ്പിൾ, കണ്ട, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. 2 ലോസ്. ഫസ്റ്റ് ലോ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സെക്കൻഡ് ലോ, ദ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ. ഇവര് 3 പേരുമാണ് ആ ലൈൻസ് വരുന്നത്. ഈ 3 ലൈൻസും സെയിം പ്ലെയിനിലായിരിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതാരത്? നന്ദബാല. നന്ദബാല പറയണോട്ടോ. ഖത്തർ അത് കൊള്ളാട്ടോ, കൊള്ളാം. നല്ലൊരു തമാശയായിരുന്നു. യെസ്, ഓക്കെ. അടുത്ത ഹെഡിങ് ഒന്ന് എഴുതാം. ഈ ചാപ്റ്ററിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാപ്റ്റർ നമ്മൾ കുറച്ച് എന്താ പറയാ നമ്മൾ മെറ്റീരിയലിലുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓർഡറിലല്ല നമ്മൾ പഠിക്കുന്നത്. കാരണം അത് ഒരു ബാഡ് ഓർഡറാണ്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഓർഡർ അല്ല അത്. സോ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിക്ക് എൻ്റെതായിട്ടുള്ള രീതിക്ക് ഞാൻ ആ ഓർഡറിനൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ അടുത്ത ഹെഡിങ് ഒന്ന് എഴുതാം. നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സിൽ കോൺകേവും കോൺവെക്സും മിറേഴ്സ് പഠിച്ചു. ഇനി അതിന്റെ യൂസസ് ഒന്ന് പഠിക്കാം. നമുക്ക് ഡെയിലി ലൈഫിൽ എവിടെയൊക്കെയാണ് കോൺകേവും കോൺവെക്സും ഒക്കെ യൂസ് ആവുന്നതെന്നുള്ളതാണ് പഠിക്കുന്നത്. മിസ് ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, എവിടെയൊക്കെയാണ് യൂസ് ആവുന്നതെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. യൂസസ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് കോൺകേവ് മിറേഴ്സിന്റെ യൂസസ് ആണ്. കോൺകേവ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കോൺകേവ് മിറർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. കോൺകേവ് മിറർ എവിടെയെങ്കിലും യൂസ് ചെയ്തതായിട്ട് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്യാം കേട്ടോ. ഉണ്ട് മിസ്, വിളിച്ചോ. ഉണ്ട്, അവർ കണ്ടിട്ടുണ്ട്. ആരോൺ, നീ എവിടെ കണ്ടു? ആരോൺ എന്താണ് മിസ്? ക്ലാസ് തുടങ്ങിയപ്പോ അവനെ വിളിക്കാൻ എന്താണ്? യു കുഡ് ഹാവ്. യെസ്, എന്താണ്? എവിടെ? ഒരാസം കൂടി. ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇത്രയും വലിയ ആൻസർ കയ്യിൽ വെച്ചിട്ടാണോ? ഓ മൈ ഗോഡ്, കറക്റ്റ് ആണ്. ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്നതൊക്കെ കോൺകേവ് മിറേഴ്സ് ആണ് കേട്ടോ. അപ്പൊ യൂസസ് ഓഫ് കോൺകേവ് മിറേഴ്സ് എന്ന ഹെഡിങ് കൊടുക്കാം. ദെൻ നമുക്ക് കുറച്ച് യൂസസ് ഒന്ന് നോക്കാം. ഇത് നിങ്ങൾ ആ യൂസസ് അങ്ങനെ തന്നെ പഠിച്ചോട്ടോ. ഒരു 2-3 യൂസസ് എന്തായാലും പഠിച്ചോ. ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിരിക്കും. കുറച്ച് യൂസസ് വന്നിട്ട് അത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത്. മിസ് വിഷമിക്കണ്ട, ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ തമ്മിൽ വേറൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, യൂസസ് ഓഫ് കോൺകേവ് മിറേഴ്സ് എന്ന് ഹെഡിങ് കൊടുക്കാം. ഓൾറെഡി ഞാൻ കുറെ യൂസസ് ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് കോൺകേവ് മിറർ ആണ്. ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? കോൺകേവ് മിററിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ആ മിറർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കാണാൻ പറ്റും. നമ്മുടെ ഇമേജ് ഒക്കെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത്, ഇപ്പോൾ പല്ലൊക്കെ ആണെങ്കിൽ ഇത്രയുള്ള പല്ലിനെ ഇത്രയാക്കി കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അവർ കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്ത് കാണാനാണ് കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടോർച്ച് ലൈറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വെഹിക്കിൾസിന്റെ ഒക്കെ റിഫ്ലക്ടർ ഇല്ലേ, ഫ്രണ്ടിലുള്ള റിഫ്ലക്ടർ, അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കോൺകേവ് മിറേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലിസ്റ്റ് ചെയ്ത് തരാം. ഡോക്ടേഴ്സ് യൂസിങ് കോൺകേവ് മിറേഴ്സ് ഫോർ എക്സാമിനിങ് ഐസ്, ഇയേഴ്സ്, നോസ് ആൻഡ് ത്രോട്ട്. ഇതൊക്കെ എക്സാമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. Concave mirrors are also used by dentists to see an enlarged image of the teeth. പല്ലിൻ്റെയൊക്കെ enlarged image, വലിയ ഇമേജ് കിട്ടാനായിട്ട് നമ്മൾ കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നു. The reflectors of torch, headlight of cars and scooters are concave in shape. ടോർച്ചിൻ്റെ റിഫ്ലക്ടർ അതുപോലെ ഹെഡ്ലൈറ്റ്സിൻ്റെ ഒക്കെ എന്താ പറയുക മിറേഴ്സ് എന്തായിരിക്കും? കോൺകേവ് ആയിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ 3 എണ്ണം തന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ നിന്നൊരു 3 എണ്ണം പഠിക്കാം. കാണ്ട് എസ്കേപ്പ്. ഓക്കെ, അപ്പോൾ ആ 3 പോയിന്റ്സ് മാർക്ക് ചെയ്തോളൂ. 3 പോയിന്റ്സും പഠിച്ചോളൂ കേട്ടോ. എനി 3 മെറ്റീരിയൽ ചിലപ്പോൾ ഒരു പോയിന്റ് ഒക്കെ ചിലപ്പോൾ വേറെ ആയിരിക്കും തന്നിട്ടുണ്ടാവുന്നത്. കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും പഠിക്കാം, കുഴപ്പമില്ല. ടെലസ്കോപ്പ് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. മെറ്റീരിയൽ ടെലസ്കോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ടെലസ്കോപ്പ് മെറ്റീരിയലിൽ ഇല്ലേ?
അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഉണ്ട്. ആ ഉണ്ട് 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 ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് വേവ് ചെയ്ത് ഇത് നിങ്ങൾ എഴുതി തന്നെ എടുത്തോ കേട്ടോ. ഇത് എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ, യൂസസ് എഴുതിക്കോ, കുഴപ്പമില്ല. സ്പെക്ടക്കിൾസ് നമ്മൾ കോൺകേവ് യൂസ് ചെയ്യും, കോൺവെക്സ് യൂസ് ചെയ്യും. പവർ ഗ്ലാസ് ആണെങ്കിൽ കോൺകേവ് യൂസ് ചെയ്യും, കോൺവെക്സ് യൂസ് ചെയ്യും. ഇനി സൺഗ്ലാസ് ആണെങ്കിൽ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സ് ഇല്ലേ, സൺഗ്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും കോൺവെക്സ് ആണ്. ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്പെക്ക് ആയിരിക്കുള്ളൂ സൺഗ്ലാസസ്. പവർ ഗ്ലാസ് ആണെങ്കിൽ കോൺകേവ് ആൻഡ് കോൺവെക്സ് ഉണ്ട്, ബോത്ത്. റിഗാർഡിങ് ദ മയോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ, ഇതിലേതാണോ അതനുസരിച്ച് മാറും. മയോപ്പിയ ഹൈപ്പർമെട്രോപ്പിയ ഒക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഇല്ലല്ലോ? അത് അവര് മറ്റേ ബാച്ചാണ്, മറ്റേ ബാച്ചുകാർക്ക് അതൊക്കെ പഠിക്കാനുണ്ട്. കൂളിംഗ് ഗ്ലാസ് കോൺവെക്സ് ആടാ ഉദിത്, കോൺവെക്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ കോൺകേവ് മിറേഴ്സിന്റെ യൂസസ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അടുത്ത എന്തായിരിക്കും വരുന്നത്? അടുത്ത എന്തായിരിക്കും വരുന്നത്? എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. എഴുതി കഴിഞ്ഞെങ്കിൽ ഏതാണ്? മിസ്സിന് അറിയോ? മിസ്സിന് വരെ അറിയാം കേട്ടോ. നെക്സ്റ്റ് യൂസസ് ഓഫ് കോൺവെക്സ് മിറേഴ്സ് കേട്ടോ. കോൺവെക്സ് മിറേഴ്സ്, വാട്ട്സ് ദാറ്റ് BGM? കേട്ടക്കട്ടെ ഒരു പവറിന്. യൂസസ് ഓഫ് കോൺവെക്സ് മിറേഴ്സ്, ഞാനിവിടെ കുറേ ഇമേജസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇത് രണ്ടും സെയിം ആണല്ലോ. ഇതും സെക്യൂരിറ്റി മിററാണ്, അതും സെക്യൂരിറ്റി മിററാണ്, രണ്ടും സെയിം ആയി പോയി. ഞാൻ ഉദ്ദേശിച്ചതേ നമ്മള് കുറെ ടേണിങ്സ് ഒക്കെ വരില്ലേ ഇങ്ങനെ റോഡിൽ, ഇങ്ങനെ ടേണിങ്സ് വരുമ്പോ ഒരു മിറർ വെക്കില്ലേ, അത് സെയിം തന്നെയാണ് കേട്ടോ. ഇത് ടേണിങ്സിൽ വെച്ചിരിക്കുന്ന മിററാണ്. ഓക്കെ, അത് സെക്യൂരിറ്റി മിററാണ്. വ്യത്യാസമുണ്ട്. അതിങ്ങനെ വാൾസിൽ ഫിറ്റ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡിൽ വെക്കാനും പറ്റും. ഓക്കെ, അപ്പൊ കോൺവെക്സ് മിറേഴ്സ് എവിടേക്ക് യൂസ് ചെയ്യുന്നു? പറയാൻ റെഡി ആയിട്ടുള്ളവർ ഒന്ന് വേവ് ചെയ്യാം. കുറച്ച് പേര് വേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ വേവ് ചെയ്യാത്ത ആരെങ്കിലും വിളിച്ചോളൂ. വേവ് ചെയ്യാത്ത ആരെങ്കിലും വിളിച്ചോളൂ. അപ്പൊ ഒരു ചാരു. ഓക്കെ, കോൺവെക്സ് മിറേഴ്സ് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും സിറ്റുവേഷൻസ്? സൺഗ്ലാസ്. ഓക്കെ, ഫൈൻ. വേറെ ഇനിയുണ്ടോ? മിസ്സേ ഇതിൽ കിടക്കല്ലേ മിസ്സേ, സിമ്പിൾ. സെക്യൂരിറ്റി മിറർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മള് ടേണിങ്സിലൊക്കെ എന്താ പറയാ വെഹിക്കിൾസ് ഒക്കെ വരുന്ന കാണാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതെന്താ ഇത്? സൈഡ് മിറർ അല്ലേ, അല്ലെങ്കിൽ റിയർ വ്യൂ മിറർ എന്ന് പറയാം നമുക്ക് അല്ലെ. വെഹിക്കിൾസിന്റെ ഓട്ടോമൊബൈൽസിൽ നമ്മൾ റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അടുത്ത ആൾ വിളിച്ചോ മിസ്? സ്റ്റീവ്. എടാ ഒന്നുമില്ല, ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചേ. വെഹിക്കിൾസിന്റെ ഏത് മിറർ ആയിട്ടാണ്? സൈഡ് വ്യൂ അല്ലെങ്കിൽ റിയർ വ്യൂ എന്നും പറയാം കേട്ടോ. നമുക്ക് സൈഡ് വ്യൂ മിറർ അല്ലെങ്കിൽ റിയർ വ്യൂ മിറർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് മിറർ ആണ്. അതെന്തിനാണ് കോൺവെക്സ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് അടുത്ത പോയിന്റ് ആയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യനും ആൻസർ ആയിട്ട് തരാം കേട്ടോ. എന്തുകൊണ്ട് നമ്മൾ അവിടെ കോൺവെക്സ് യൂസ് ചെയ്തു എന്നുള്ളതിന്റെ ആൻസർ. ഓക്കെ, then used in large stores for security allowing monitoring of a wide area. അതായത് നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ കാണണം അല്ലെ, ഒരു കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്യൂരിറ്റി മിറർ ആയിട്ട് കുറെ ഷോപ്സിൽ എല്ലായിടത്തൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യാറുണ്ട് അല്ലേ മിസ്സേ? മിസ് ഇങ്ങനെ വിഷമിക്കല്ലേ, ഞാൻ റെഡി ആക്കാം. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ ഇൻസ്റ്റാൾ എ ഡ്രോഡ് ഇന്റർസെക്ഷൻസ് ഓർ ഷാർപ്പ് ടേൺസ്, അത് വലിയ ഷാർപ്പ് ആയിട്ടുള്ള ടേണിങ്സോ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ടു ലെറ്റ് ഡ്രൈവേഴ്സ് സീ ഓൺ കമ്മിങ് ട്രാഫിക് കാണാനോ അല്ലെങ്കിൽ ബാക്കിൽ വരുന്ന വെഹിക്കിൾസ് കാണാനൊക്കെ നമ്മൾ എന്താ പറയുക ടേണിങ്സിലൊക്കെ അല്ലെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള ടേണിങ്സിലൊക്കെ നമ്മൾ എന്ത് പ്ലേസ് ചെയ്യാറുണ്ട്? കോൺവെക്സ് മിറേഴ്സ് പ്ലേസ് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു 3 പോയിന്റ് എഴുതിക്കോ. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 പോയിന്റ് പഠിച്ചോ, നിങ്ങളുടെ ചോയ്സ്. ഇല്ല. അതുപോലെ നമ്മൾ കോൺവെക്സ് മിറേഴ്സും ടെലസ്കോപ്പിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ടെലസ്കോപ്പിനകത്ത് കോൺവെക്സും കോൺകേവും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഏത് വേണമെങ്കിലും എഴുതാം. എഴുതി കഴിഞ്ഞെങ്കിൽ വേവ് ചെയ്യൂ പ്ലീസ് പ്ലീസ് പ്ലീസ്. നോ ഫോർ ഡിലേ. നമുക്ക് പെട്ടെന്ന് പഠിച്ച് തീർക്കാം അല്ലേ മിസ്സേ? ഇന്ന് കുറച്ച് ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ട്വിസ്റ്റ് അല്ല, കുറച്ച് ക്യാമിയോസ് ഉണ്ട്, ഗസ്റ്റ് റോളുകൾ ഉണ്ട്. ഫിസിക്സ് ക്ലാസ്സിൽ കുറച്ച് ഗസ്റ്റ് റോളുകൾ ഇന്ന് വരുന്നുണ്ട്. ഇവിടെ അല്ല കേട്ടോ, നമ്മുടെ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. ബി റെഡി ഫോർ ദാറ്റ്. എഴുതി കഴിഞ്ഞില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, യെസ്.
അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ വെഹിക്കിൾസ് ഓട്ടോമൊബൈൽസിലേക്ക് റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺകേവ് മിറർ ആണ്, അല്ല കോൺവെക്സ് മിറർ ആണ്. അതിന്റെ റീസൺ എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ നമുക്ക് നോക്കാം. കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ് ആസ് സൈഡ് മിറേഴ്സ് ഇൻ ഓട്ടോമൊബൈൽസ്, അല്ലെങ്കിൽ സൈഡ് മിറർ അല്ലെങ്കിൽ സൈഡ് വ്യൂ മിറർ, ഓക്കെ, ഇൻ ഓട്ടോമൊബൈൽസ്. വൈ? ബട്ട് വൈ? ബട്ട് വൈ മിസ്? അപ്പൊ നമുക്ക് നോക്കാം. ബട്ട് വൈ ആയിരിക്കും. ബട്ട് വൈ? ആ ദാ വന്ന്. ഓ മൈ ഗോഡ്. ആ പ്രോപ്പർട്ടീനെ ഇനി ആ റൂമിൽ കേട്ടുണ്ടടാ. ക്ലാസ് കഴിയുന്നവരെ ആ പ്രോപ്പർട്ടീനെ ഇനി അവിടെ കേട്ടണ്ട. She's gonna be a big trouble in our class. She's gonna be a big trouble. അതെന്താണെന്ന് അറിയോടാ? അത് ഇവിടെ ഇരിക്കുന്ന വേറൊരു മിസ് ഉണ്ട്. ആ മിസ് മനഃപൂർവ്വം എന്നെ പ്രേതം പോലെ ആക്കിയതാണ്. അത് ശരിയാ രണ്ടും അത് ശരിയാ. ഓക്കെ എടാ, നീ ഒന്ന് പറഞ്ഞേ, സ്റ്റീവ് ഒന്ന് പറഞ്ഞേ, എന്തിനാണ് നമ്മൾ റിയർ വ്യൂ മിറർ ആയിട്ട് കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്? എടാ നീ മ്യൂട്ട് ചെയ്തോടാ. വിളിക്കാട്ടോ നമുക്ക് സംസാരിക്കാട്ടോ. അടുത്താണ് അതാരായിരുന്നു? ഓക്കെ യെസ്. അടുത്ത വിളിച്ചു. യെസ് ഓക്കെ. എടാ എന്തിനാണ് നമ്മൾ അങ്ങനെ ഓട്ടോമൊബൈൽസിന്റെ ഒക്കെ സൈഡ് മിറർ ആയിട്ട് കോൺവെക്സ് യൂസ് ചെയ്യുന്നത്? വെരി ഗുഡ്, യെസ്. എടാ അത് ട്വിസ്റ്റ് ആയിരുന്നു പറഞ്ഞവൻ. ഓക്കെ, നമുക്ക് വൈഡ് ഏരിയ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ബാക്ക് സൈഡിൽ ഇപ്പോൾ നമ്മൾ റിയർ വ്യൂ മിറർ എന്ന് പറയുമ്പോൾ സൈഡ് മിറർ അല്ല, അപ്പോൾ നമുക്ക് സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് തൊട്ട് ബാക്കിലുള്ള ഒരു ജീപ്പ് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനും മിസ്സും കൂടി എവിടെയോ തിരക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ല തിരക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ വിഷ്ണു സാർ നമ്മളെ ചേസ് ചെയ്യുന്നു. നിങ്ങളിത് എവിടെയാണ് പോകുന്നത്? ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു സാർ നമ്മളെ ചേസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് റിയർ വ്യൂ മിററിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ വിഷ്ണു സാറിനെ മാത്രമല്ല കാണാൻ പറ്റുന്നത്, വിഷ്ണു സാറിന്റെ ഒരു കംപ്ലീറ്റ്, വിഷ്ണു സാർ ഒരു വലിയ പടയായിട്ടാണ് വരുന്നത്. അപ്പോൾ വിഷ്ണു സാറിന്റെ കംപ്ലീറ്റ് ആൾക്കാരെയും എനിക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ റിയർ വ്യൂ മിറർ കോൺവെക്സ് ആയിട്ട് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വൈഡ് ഏരിയ കവർ ചെയ്യാൻ പറ്റും. പക്ഷെ കോൺകേവ് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഒരു എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് കാണാം, അല്ലാതെ കംപ്ലീറ്റ് ഏരിയ കാണാൻ പറ്റില്ല. ഒബ്ജക്റ്റിന്റെ കുറച്ച് സൂംഡ് ആയിട്ടുള്ള ഇമേജ്. പക്ഷേ കോൺവെക്സ് എങ്ങനെയാണ്? വൈഡ് ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഒരു ഒബ്ജക്റ്റ് മാത്രമല്ല, കുറേ ഒബ്ജക്റ്റുകളെ കവർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെക്സ് ആൻഡ് കോൺകേവ് മിറേഴ്സ്. ഒരാളെ വിളിച്ചേ മിസ്? എനിക്ക് അവരിങ്ങനെ സംസാരിക്കാതിരിക്കുന്നത് ഇഷ്ടമല്ല. അവരിങ്ങനെ ഇതിൽ മിണ്ടണം. ശ്രീനന്ദ, റീഡ് ദ ആൻസർ. യെസ്, വെരി ഗുഡ്. അതായത് കോൺവെക്സ് മിറേഴ്സിന് എന്താണ്, ലാർജ് ഏരിയ കവർ ചെയ്യാനായിട്ട് പറ്റുന്നു. സോ അവർക്ക് ബാക്കിലുള്ള ട്രാഫിക് വരെ അവർക്ക് കാണാൻ പറ്റും. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ ഡബിൾ തമ്പ് വിത്ത് പവർ. ഡബിൾ തമ്പ് വിത്ത് പവർ. യെസ്, ഈ ശ്രേയനെ ഞാൻ എപ്പോഴും എന്താ പറയാ വിളിച്ചു വരുത്തിയാണ്. യെസ്, ഓക്കെ പെർഫെക്റ്റ്. അപ്പൊ മനസ്സിലായല്ലോ, കോൺകേവ് മിറേഴ്സിന്റെയും കോൺവെക്സ് മിറേഴ്സിന്റെയും യൂസസ് ഓക്കെ ആണ്, സെറ്റ് ആണ്, പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഓൾ സ്റ്റാൻഡ് അപ്പ്. മിസ് അതാരാത്? യെല്ലോ ആലിയാണോ? ആലിയയുടെ എനിക്ക് നെയിമേ കറക്റ്റ് ആയിട്ട് കാണുന്നില്ല. ആലിയയുടെ നെയിം പ്രോപ്പർ അല്ലേ? ഓക്കെ, യെസ്. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഓൾ സ്റ്റാൻഡ് അപ്പ്. എഴുന്നേറ്റോ? എന്തായിരുന്നു? ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് മിറർ. കേട്ടോ, ഹെഡിങ് എഴുതാം. ഇനി കോൺകേവ് മിററിനകത്തും കോൺവെക്സ് മിററിനകത്തും എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? അത് വലുതാണോ ചെറുതാണോ? അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഒരു പ്ലെയിൻ മിറർ എടുത്തു. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നമ്മൾ സാധാരണ ഫേസ് ഒക്കെ നോക്കുന്ന പ്ലെയിൻ മിറർ. ഈ പ്ലെയിൻ മിററിൽ നമ്മുടെ ഇമേജ് എങ്ങനെയായിരിക്കും? വിളിച്ചോ മിസ്, വിളിച്ചോ. പ്രണവ്, നീ കണ്ണാടി നോക്കാറുണ്ടോ? നോക്കാറില്ല. നോക്കാറുണ്ട്. ഫോർ വാട്ട്?
ഓ ഞാനൊരു സുന്ദരം തന്നെ. ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഒന്ന് ചിരിച്ച് പഠിക്കാൻ. ചിലപ്പോ ചില ആക്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? ഉണ്ടാവാറുണ്ടോ? അഭിനയിച്ചൊക്കെ നോക്കാറുണ്ടോ? കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് അഭിനയിച്ച് നോക്കാറുണ്ടോ? ഇല്ലേ? ഷേ, കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് അഭിനയിച്ച് നോക്കാറുള്ളവരുണ്ടെങ്കിലും ഒന്ന് വേവേ. കണ്ണാടി. ഓ എന്റെ അമ്മ, ഇത്രയും പേരാ. ആരൊക്കെ ഉണ്ടല്ലോ? ആ ഉണ്ട്. അടിപൊളി. അനന്യ അഭിനയിക്കാറുണ്ട്, സ്റ്റീവ് അഭിനയിക്കാറുണ്ട്, പ്രാർത്ഥന, ആൽഫിയ, ധനഞ്ജയ് യൂട്യൂബ്. ഓക്കെ, എനിവേസ് ഗുഡ്. നമ്മുടെ മിറർ എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം ഇമേജ് കാണാൻ വേണ്ടിയല്ലേ, നമ്മൾ എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം? ലാവിഷായിട്ട് എക്സ്പ്ലോർ ചെയ്യാതെ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ കാണുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? നമുക്കിപ്പോ ആരാ ഉള്ളത്? പ്രണവല്ലേ? പ്രണവേ, നമ്മൾ കാണുന്ന ഇമേജിന്റെ സൈസ് എങ്ങനെയായിരിക്കും? നിന്റെ സൈസ് അല്ലല്ല, നീ നോക്കുന്ന സാധാ പ്ലെയിൻ മിററിൽ നിന്റെ സൈസ് എങ്ങനെയാണ്? നോർമൽ സൈസ്. നിന്റെ സൈസ് തന്നെയായിരിക്കും ഇമേജിന്റെ സൈസ് അല്ലേ? ഓക്കെ, ഇനി അതെങ്ങനെയാ നിൽക്കുന്നത്? ഇറക്റ്റ് ആയിട്ടാണോ ഇൻവേർട്ടഡ് ആയിട്ടാണോ എങ്ങനെയാണ്? എടാ, ഇറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ നിൽക്കുന്നത്, നിവർന്ന് നിൽക്കുന്നതാണ് ഇറക്റ്റ്. അവൻ ആലോചിക്കുന്നത് ഇനി എങ്ങാനും തലകുത്തിയാണോ കാണാറ്? ഓക്കെ, ഇറക്റ്റ്, അതായത് അതൊന്ന് നോട്ട് ചെയ്യാട്ടോ. ഇറക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. ഏത്? പ്ലെയിൻ മിററിലാ? പ്ലെയിൻ മിററിൽ കോൺകേവും കോൺവെക്സും വരുന്നത് എങ്ങനെയാണ്? സ്ഫെറിക്കൽ മിറേഴ്സിലാണ് കോൺകേവും കോൺവെക്സും വരുന്നത്. കർവ് ഉണ്ടെങ്കിലാണ് കോൺകേവും കോൺവെക്സും വരുന്നത്. പ്ലെയിനിൽ പ്ലെയിൻ അല്ലേ? ഓക്കെ, ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഇറക്റ്റ് ആണ്. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ്, തലകുത്തിയായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, യെസ്, അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലെയിൻ മിററിലെ ഇമേജ് നമ്മൾ ഇനി പഠിക്കും. അതിന് മുമ്പായിട്ട് നമുക്ക് കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും ഇമേജസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അത് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഇത് വേണ്ട. അത് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത്, കോൺകേവ് മിററിൽ നമ്മൾ വെരി ക്ലോസ് ആണ് ഒബ്ജക്റ്റ് വെക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇമേജിന്റെ സൈസും അതിന്റെ ഷേപ്പും കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഹെഡിങ് എഴുതാം. കോൺകേവ് മിറർ എന്നുള്ളത് ആദ്യം ഹെഡിങ് എഴുതാം. ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് മിറർ ആദ്യം ഹെഡിങ് എഴുതാം. അതിന്റെ സബ് ഹെഡിങ് ആയിട്ട് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് വെരി ക്ലോസ് ഫ്രം ദ മിറർ. ഈസ് പ്ലെയിൻ മിറർ ഈസ് പ്ലെയിൻ. യെസ്, ദാറ്റ് വാസ് എ ന്യൂ പീസ് ഓഫ് ഇൻഫർമേഷൻ ബൈ ദ വേ. പ്ലെയിൻ മിറർ ഈസ് പ്ലെയിൻ. നമുക്ക് ഉദിത്തിന്റെ ചാറ്റ് ബോക്സിൽ ഓക്കെ ചെയ്താല? വേണ്ട, ഇവിടുന്ന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമന്റ്സ് വരുന്നത് അതിൽ നിന്നാണ്. ഓക്കെ, ഹെഡിങ് എഴുതിയോ? സബ് ഹെഡിങ് എഴുതിയോ? ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് വെരി ക്ലോസ് ഫ്രം ദ മിറർ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആൻസർ വന്നു. ആദ്യം ആൻസർ വന്നു എന്നിട്ടാണ് ഫിഗർ വരുന്നത്. എനിവേസ്, അപ്പൊ ഞാനൊരു കോൺകേവ് മിറർ വരയ്ക്കാണ്. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഞാൻ എവിടെയാണ് ഷോർട്ട് ലൈൻസ് വരക്കേണ്ടത്? ഇത് കോൺകേവ് ആണെന്ന് കാണിക്കണം. അടുത്ത ആൾ വിളിച്ചോ. ഉദിത്തെ, നീ പറയൂ. ബാക്കി എല്ലാവരും ആൻസർ ലെഫ്റ്റും റൈറ്റും കൈ പൊക്കി വെച്ചാൽ മതി. ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ എന്നുള്ളത്. എവിടെയാണ് ഷോർട്ട് ലൈൻസ് വരക്കേണ്ടത്? ഇഫ് ഇറ്റ് ഇസ് എ കോൺകേവ് മിറർ. ഉദിത്, ഞാൻ എവിടെ ഷോർട്ട് ലൈൻസ് വരക്കണം ഇത് കോൺകേവ് ആണെന്ന് കാണിക്കാൻ? ഷോർട്ട് ലൈൻസ് വരക്കേണ്ടത്, അതായത് റഫ് വരക്കേണ്ടത് എവിടെയാണ്? അവന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. ഇപ്പൊ കോൺകേവ് ആയോ? എടാ, ഇത് കോൺവെക്സ് അല്ലേടാ? ഷോർട്ട് ലൈൻസ് വരക്കണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ റൈറ്റില് ഇവിടെ വേണം ഷോർട്ട് ലൈൻസ് വരച്ചു കൊടുക്കാം. അപ്പൊ എല്ലാവരും വരച്ചോളൂ കേട്ടോ, എല്ലാവരും വരച്ചോളൂ. എന്താ മിസ്സേ? സോറി. വരച്ചു കഴിഞ്ഞോ? നിങ്ങളിത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. കോൺകേവ് മിററിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെരി ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ, കുറെ അടുത്താണ് ഒബ്ജക്റ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ആൻ ഇമേജ് വിച്ച് ഈസ് ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ്. നിവർന്ന ഇമേജ് ആയിരിക്കും. നമ്മുടെ പ്ലെയിൻ മിറർ പോലെ തന്നെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്ന് നിൽക്കുന്ന നല്ല ഇമേജ് ആയിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് എൻലാർജ്ഡ്, കുറച്ച് വലിയ ഇമേജ് ആയിരിക്കും. ഓക്കെ, എൻലാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ്. ഓക്കെ, ഇറക്റ്റ് എന്താണ്? സെയിം സൈഡ് അപ്പ് ആസ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ പോലെ തന്നെ സെയിം സൈഡ് അപ്പ് ആയിരിക്കും, അതായത് ഇൻവേർട്ട് ആയിരിക്കില്ല, നേരെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്ലെയിൻ മിററിൽ നിന്ന് ആകെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്താണത്? ഇറ്റ് വിൽ ബി എൻലാർജ്ഡ്.
ഓക്കെ, അത് സെയിം സൈസ് ആയിരിക്കില്ല, എൻലാർജ്ഡ് ആയിരിക്കും. ഓക്കെ ആണ്, മനസ്സിലായെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. കോൺകേവ് മിററിന്റെ വെരി ക്ലോസ് ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ദ ഇമേജ് വിൽ ബി ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ്. ഓക്കെ, ഇനി ഞാനൊരു ഒബ്ജക്റ്റിനെ കൊണ്ടുവരാണ്. ദ ഒബ്ജക്റ്റ് ഈസ് വെരി വെരി ഫേമസ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒബ്ജക്റ്റിനെ വരക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ വെറുതെ എന്തെങ്കിലും കണ്ണും മൂക്കുമുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് വരച്ചു കൊടുത്താൽ മതി. ഈ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇറക്റ്റ് ആയിട്ടുള്ള എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. കണ്ട, ഇതാണ് ആ ഒബ്ജക്റ്റ്. ഇതാണ് ആ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിന്റെ പേര് മനസ്സിലായവരുണ്ടെങ്കിൽ ഗൈസ് ഒരാളെ വിളിച്ച്. ആരാത്? അമ്മയ. അതെ, കുറച്ച് റിസ്ക്, കുറച്ച് അല്ലെ മിസ്സേ, കുറച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു ഇമേജ് ആണ് കേട്ടോ, കൊണ്ടുവന്ന ഒരു ഒബ്ജക്റ്റ് ആണ് കേട്ടോ. ഈ ഒബ്ജക്റ്റ് കുറെ എന്താണ് ഹിബാമിസ് ആണെന്നാ ഈ തട്ടം കണ്ട അറിയില്ല ഹിബാമിസ് ആണ്. ഓക്കെ, ഈ ഒബ്ജക്റ്റ് വാശി പിടിച്ചു, മിസ്സേ എനിക്ക് ഒബ്ജക്റ്റ് ആയിട്ട് വരാൻ പറ്റില്ല എന്ന്. എന്നിട്ട് ഞാൻ കുറെ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മിസ് സമ്മതിച്ചത്. ഓക്കെ, യെസ്. അപ്പോ ഹിബാമിസ് ആണ് നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റ്. പക്ഷെ നമുക്ക് ഇമേജ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ്? ആൾ ഇറക്റ്റ് ആണ്, സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ എൻലാർജ്ഡ് ആണ് അല്ലെ, കുറച്ച് വലുതായിട്ടാണ് വരുന്നത്. ഓക്കെ, യെസ്. നിങ്ങൾ എന്തെങ്കിലും നോർമൽ ഒബ്ജക്റ്റ് വരച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിന്റെ റേ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഒരു 10th ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ എങ്ങനെയാണ് റേസ് വരുന്നത്, എങ്ങനെയാണ് വലുതാവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് അതൊന്നും പഠിക്കാനില്ല. സിമ്പിൾ കണ്ട, ദേ ഹിബാമിസിനെയൊക്കെ പഠിച്ചാൽ മതി. വരച്ചു കഴിഞ്ഞു, എഴുതിയും കഴിഞ്ഞു, മനസ്സിലാവുകയും ചെയ്തു എങ്കിൽ മാത്രം ഒരു പഞ്ച്. പഞ്ച് സ്റ്റീവ് പഞ്ച് ചെയ്ത് അവിടെ റെസ്റ്റ് എടുത്തു. നേഹാമിസ അത് നന്നായിടാ, അത് നന്നായി വരച്ചല്ല, അത് മതി. ഓക്കെ, പഞ്ച് വന്നില്ല എല്ലാവരുടെ. നേത്ര, നിന്റെ പഞ്ചിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇത്രയും പഞ്ചല്ലേ? അപ്പോൾ ഇങ്ങനെ നോ, അത് വേണ്ട. ഇതാരാണിത് ഇത്രയും പഞ്ചെന്ന്? അതാരാണത്? അമ്മേ നോ, ഞാൻ വിത്തൗട്ട് പ്രൊട്ടക്ഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ കോൺകേവ് മിററിൽ നമുക്ക് വെരി ക്ലോസ് വെച്ചാലുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഒറ്റ മിനിറ്റ്. വെരി ക്ലോസ് വെച്ചാലുള്ള കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തായാലും അടുത്തത് എന്തായിരിക്കും പറയാൻ പോകുന്നത്? കോൺകേവ് മിററിൽ ഫാർ അവേ ആണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ, കുറച്ച് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഇമേജിന്റെ ഫീച്ചേഴ്സ് വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതാം, ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഫാർ അവേ ഫ്രം ദ മിറർ. If the object is far away from the mirror. You can't punch Neha. So sweet. Yes. So kind of you. Heading എഴുതിയോ? Sub heading 2. വെരി ക്ലോസ് വെച്ചപ്പോൾ നമുക്ക് പ്ലെയിൻ മിറർ പോലെ തന്നെ ഇറക്റ്റ് ആയിട്ട് കിട്ടി, സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടി. ബട്ട് ദ ഇമേജ് വാസ് എൻലാർജ്ഡ് അല്ലെ, ഇമേജ് കുറച്ച് വലുതായിരുന്നു. ഇനി ഫാർ അവേ വെച്ച് കഴിഞ്ഞാൽ ക്ലോസിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതി വെച്ചാൽ മതി. അതായത് ക്ലോസ് പഠിച്ചു കഴിഞ്ഞാൽ അത് മതി, നമുക്ക് ക്ലോസ് മാത്രം പഠിച്ചാൽ മതി. കാരണം ഫാർ വരുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇറക്റ്റ് ആയിരുന്നു, പക്ഷെ ഇവിടെ എന്തായിരിക്കും? ഇവിടെ എങ്ങനെയായിരിക്കും ഇമേജ് വരുന്നത്? വിളിച്ചോ മിസ്? മരിയ. വെരി ക്ലോസ് വെച്ചപ്പോൾ കോൺകേവ് മിററിൽ നിന്ന് വെരി ക്ലോസ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ വി ഗെറ്റ് ആൻ ഇമേജ് ലൈക്ക് ഇറക്റ്റ് അല്ലെ, ഇറക്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടി. ഇവിടെ നമുക്ക് നേരെ തിരിച്ചായിരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. അപ്സൈഡ് ഡൗൺ അല്ലെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഇൻവേർട്ടഡ്. ഓക്കെ, ഇൻവേർട്ടഡ് ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് ആസ് ഒബ്ജക്റ്റ് അല്ലെ, ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവിടെ നമുക്ക് എൻലാർജ്ഡ് ആയിരുന്നു, വലിയ ഇമേജ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്തായിരിക്കും? സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ്, ഓർ വി ക്യാൻ സേ ആസ് ഡിമിനിഷ്ഡ്. എന്താണല്ലേ സ്മോൾ എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ അവർ ഇങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യുന്നല്ലേ? ഓക്കെ, എൻലാർജ് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ 10th ഒക്കെ ആയി കഴിയുമ്പോൾ വേറെ വേർഡ് വരും, മാഗ്നിഫൈഡ്. നല്ല പേരല്ലേ? അപ്പോൾ ഡിമിനിഷ്ഡ് കേട്ടോ, ഇൻവേർട്ടഡും ഡിമിനിഷ്ഡും, ഇൻവേർട്ടഡും സ്മോളും. ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പൊ ഞാൻ അടുത്ത എൻ്റെ നമ്മുടെ മിറർ കൊണ്ടുവന്നു.
ഈ മിറർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കണം അടുത്ത ഒബ്ജക്റ്റ് ആരാണെന്ന്. സെയിം ഒബ്ജക്റ്റ് തന്നെ, ഒബ്ജക്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോ അടുത്തൊരു മിറർ കൊണ്ടുവന്നു. ഈ മിററിന്റെ ലെഫ്റ്റ് ഇത്, റൈറ്റ് ഇത്. ഞാൻ എവിടെ ഷോർട്ട് ലൈൻസ് വരക്കണം? ഹൻഷൽ, എടാ ഇതിന്റെ ലെഫ്റ്റ് ഇത്, റൈറ്റ് അത്. ഞാൻ ഇതിൽ എവിടെ ഷോർട്ട് ലൈൻസ് വരച്ചാലാണ് എനിക്ക് ഒരു കോൺകേവ് മിറർ കിട്ടുന്നത്? റൈറ്റില് ഷോർട്ട് ലൈൻസ് വരച്ചാൽ ഇത് കോൺകേവാ. ഓക്കെ ആണോ? എടാ ഇപ്പൊ ഇത് കോൺവെക്സ് ആണ് ആയത്. എനിക്ക് വേണ്ടത് കോൺകേവ് ആണ്. പക്ഷെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി ഗൈസ്. ഇതിങ്ങനെയല്ല വരേണ്ടത്, ഇതിങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ സോറി, അത് എന്റെ മിസ്റ്റേക്ക് ആണ്. ഇത് ഞാൻ വെട്ടിക്കളയാണ്. എല്ലാവരും ഇങ്ങനെ വരക്കട്ടോ, ഇങ്ങനെ വരച്ചോ, ഇങ്ങനെ വരച്ചോ. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച പോലെ ഷോർട്ട് ലൈൻസ് ഇവിടെ വരച്ചു കൊടുത്താൽ മതി. ചെറിയൊരു അബദ്ധം, വെറുതെ അല്ല മിസ് ചെയ്യ, അതുകൊണ്ടാണ് എനിക്ക് തെറ്റിപ്പോയത്. അവൻ പറയുന്നു അല്ലേടാ, അല്ലേ? ഓക്കെ, അപ്പൊ കോൺകേവ് മിറർ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ വരച്ചാൽ മതി. ഒബ്ജക്റ്റ് കുറച്ച് ഫാർ ആയിട്ട് വരക്കാം. പക്ഷെ ഈ ഒബ്ജക്റ്റ് കുറച്ച് വലുതായതുകൊണ്ട് എനിക്ക് ഫാർ ആയിട്ട് വരക്കാൻ പറ്റില്ല. ബിക്കോസ് ദ ഒബ്ജക്റ്റ് ഈസ് ദിസ്. ആരോ ഗസ് ചെയ്തു, ഉദിത്ത് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തു. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ്. ആരാണിത്? ഒരാളെ വിളിച്ചു സർ, മിസ്സസ് ദൃശ്യ. ഈ ഒബ്ജക്റ്റിന്റെ ഒരു പേരുണ്ട്. എന്താണ് ഈ ഒബ്ജക്റ്റിന്റെ പേര്? അഖിൽ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് അഖിലാണ് നമുക്ക് ഇവിടെ വേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ ഹിബ മിസ് കുറച്ച് ഡിമാൻഡ് ഇട്ട്, പക്ഷെ അഖിൽ സാർ പറഞ്ഞു എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു. ഓക്കെ, സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ, നീ എന്റെ ഫേസ് എവിടെയെങ്കിലും, മിസ് എന്റെ ഫേസ് എവിടെയെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിന്റെ ഫേസ് ഞാനും യൂസ് ചെയ്യും, വല്ല വൈറസിന്റെയോ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഒക്കെ കൂടെ. കാരണം സാറ് ബയോളജി ആണല്ലോ പഠിപ്പിക്കുന്നത്. സോ ഓക്കെ, അപ്പോ ഇത് നമുക്ക് കിട്ടുന്നത് ഇൻവേർട്ടും ഡിമിനിഷ്ഡും ആയിട്ടാണ്. പ്ലീസ് ആരും ചിരിക്കരുത്. ഓക്കെ, ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ് നമുക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. പ്ലീസ് നിങ്ങൾ ചിരിക്കല്ലേ. ഓക്കെ, യെസ്, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനൊരു ഒരു ഒബ്ജക്റ്റും വരക്കാം, അതിനെ തലകുത്തി തിരിച്ചു വരക്കാം, ചെറുതാക്കി വരക്കാം. കൈ എങ്ങനെ വരും? അപ്പൊ ഇങ്ങനെയല്ലേ വരാ? കറക്റ്റ് ആയില്ലേ? വേണമെങ്കിൽ ഇങ്ങനെ വരച്ചാൽ മതി. മരേന്ദ്ര ബാഹുബലിയാ ഇതോ? ഇത് മാവേലി, നമ്മുടെ ന്യൂട്ടൺസിന്റെ ഒഫീഷ്യൽ മാവേലിയാണ് ഇദ്ദേഹം. അറിയാലോ, യു ഗൈസ് നോ ദാറ്റ്. അപ്പൊ നന്ദി ഉണ്ട് കേട്ടാ മാവേലി നമ്മുടെ ഇതിന് വന്നതിന്. ഓക്കെ, അപ്പൊ ആ ഒരു എന്താ പറയാ, രണ്ടെണ്ണം എഴുതിയെടുക്കാം. ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഫാർ അവേ ഫ്രം ദ ഒബ്ജക്റ്റ്, അല്ല ആദ്യം നമുക്ക് വരുന്നത് നിയർ ആണ് അല്ലെ, വെരി ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഇറക്റ്റും എൻലാർജ്ഡും ആയിരിക്കും. പക്ഷേ ഒബ്ജക്റ്റ് ഫാർ അവേ ആണെന്നുണ്ടെങ്കിൽ ദ ഇമേജ് വിൽ ബി ഇൻവേർട്ടഡ്. അതിങ്ങനെ തലകുത്തിയായിരിക്കും വരുന്നത്. ആൻഡ് ഡിമിനിഷ്ഡ്, ചെറുതുമായിരിക്കും. കണ്ടോ, ഇത്രയും വലിയ മാവേലി ആയിരുന്നു, ബട്ട് നമുക്ക് ഫാർ അവേ വെച്ചുകൊണ്ട് തന്നെ വി ഗെറ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ഓഫ് അഖിൽ കുട്ടു മാവേലി. ഓക്കെ ആണോ? എഴുതി കഴിഞ്ഞോ? അപ്പൊ ഞാനൊരു 2 minutes ടൈം തരാണ്. ഫാർ അവേയുടെയും വെരി ക്ലോസിന്റെയും ഇമേജിന്റെ ഫീച്ചേഴ്സ്, 2 ഫീച്ചേഴ്സ് വെച്ചുള്ളൂ. അതിൽ ഒരെണ്ണം പഠിച്ചാൽ തന്നെ മറ്റേത് നമുക്ക് എഴുതാൻ പറ്റും. സോ അത് പഠിക്കാൻ ജസ്റ്റ് 2 minutes, ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. അപ്പൊ വേഗം പഠിക്കാം കേട്ടോ. ഇത് ഞാനൊന്ന് ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ സാറെങ്ങാൻ പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഹരിനന്ദ. നമ്മളിപ്പോ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് വെരി ക്ലോസ് ആണ്, കോൺകേവ് മിററിന്റെ വെരി ക്ലോസ് ആണ്. ഇമേജ് എങ്ങനെയായിരിക്കും? കുറെ പേര് ഇപ്പൊ കുറെ കാര്യങ്ങൾ നോട്ടീസ് ചെയ്തിട്ടാ എന്റെ ഫേസിൽ. ഇങ്ങനെ അല്ലായിരുന്നല്ലോ പോയപ്പോൾ. ഹരിനന്ദ, അപ്പൊ ഇമേജ് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത്? ഇമേജിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? കേൾക്കുന്നില്ല. കുച്ച് ഭീ നഹീ സുൻ രഹി ഹൈ. കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. അയ്യോ ഹരിനന്ദ, എന്താ മിസ് ചെയ്തത്? എന്താ പ്രശ്നം ഉണ്ടല്ലോ? അടുത്ത ഒരാളോട്. ഹരിനന്ദ വേഗം ഒന്ന് റെഡി ആകട്ടോ. ഇപ്പൊ അടുത്ത ഗോകുൽ. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ? അത്
ഒരു പ്രാവശ്യം കൂടി ഒന്നുകൂടി പറഞ്ഞേ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചോദിക്കുമെന്നോ? ആ അത് ഇറക്റ്റ് ആവും, പിന്നെ എൻലാർജ്ഡ് ആവും. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം സൈഡ് ഒബ്ജക്റ്റ്, എൻലാർജ്ഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഈസ് വെരി ലാർജ്. വെരി ഗുഡ്, യെസ് മിടുക്കൻ. അത് ആ ടേംസ് മാത്രമല്ല അവൻ പറഞ്ഞത്, അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി പറഞ്ഞു. വെരി ഗുഡ്, മിടുക്കൻ കേട്ടോ. അടുത്ത ഒരാൾ വിളിച്ചോ മിസ്. മിസ് അതിന്റെ ഇടയ്ക്ക് ഒരു ചാറ്റ് ബോക്സ് നടത്തേ. ആ വേണ്ടായിരുന്നു, അടുത്ത വിളിച്ചോ. Rigved, what if we place an object very far from the concave mirror? സിമ്പിൾ സേ, കുറച്ച് ടഫ് ആയിട്ടുള്ള ചോദിക്കാനല്ലേ. കറക്റ്റ് ആണ് കേട്ടോ, വെരി ഗുഡ് മിടുക്കൻ. ഒരാൾ കൂടി, ലാസ്റ്റ് വൺ. I want that to be a girl. Yeah. Anvita. Hello. നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത് വെരി ക്ലോസ് ആണ്. സോ ഇമേജിന്റെ ഫീച്ചേഴ്സ് എൻലാർജ്ഡ് ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്, മിടുക്കി. യെസ്. അപ്പോ ആ രണ്ടും പഠിച്ചു കഴിഞ്ഞു. വെരി ക്ലോസും പഠിച്ചു കഴിഞ്ഞു, വെരി ഫാറും പഠിച്ചു കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പവർ കാണിക്കാം. Then we can go for a short break. ഒരു 10 മിനിറ്റ്സിന്റെ ചെറിയ ബ്രേക്ക് ആണ്. ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. ഓക്കെ, ബൈ. നമ്മുടെ കോൺകേവ് മിററിന്റെ വെരി ക്ലോസ് ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ we will get an image which is erect and enlarged. ആൻഡ് നമ്മൾ കോൺകേവ് മിററിന്റെ വെരി ഫാർ ആണ് ഒബ്ജക്റ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ we will get an image which is inverted and diminished. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം മാച്ചളാട്ടോ, ഇവരൊക്കെ മാച്ചളഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോൺവെക്സ് മിററിൽ പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് സിമ്പിൾ ആയിട്ടേ കോൺകേവ് മിററിന്റെ ഒരു സിമ്പിൾ ടേബിൾ നോക്കാം. ഓക്കെ, ക്ലോസ് ടു ദ മിറർ, പൊസിഷൻ ക്ലോസ് ടു ദ മിറർ ആണെങ്കിൽ ഇമേജിന്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഇറക്റ്റ് ആയിരിക്കും, ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് എൻലാർജ്ഡ് ആയിരിക്കും. ഫാദർ ഫ്രം മിറർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാർ ഫ്രം മിറർ ആണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും, ഓറിയന്റേഷൻ ഇൻവേർട്ടഡ് ആയിരിക്കും, ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് എൻലാർജ്ഡ് ആയിരിക്കും. എൻലാർജ്ഡ് ടു സ്മോൾ എന്ന് ഉദ്ദേശിക്കുന്നത് അകലേന്ന് ഇങ്ങനെ അടുത്തേക്ക് വരുംതോറും എൻലാർജിൽ നിന്ന് സ്മോൾ ആയി വരുന്നു. അതാണോ മീനിങ്? നിങ്ങളെയൊക്കെ ബ്രേക്ക് കഴിഞ്ഞ് ഇവിടെ എത്തിക്കുന്നത് തന്നെ എനിക്ക് വലിയ ടാസ്കാണ്. അതിലും വലിയ ടാസ്കോ? നീ ഇന്നുള്ളതുകൊണ്ട് ടാസ്ക് ഇല്ല പ്രാർത്ഥന. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ടൈം ഉണ്ടോ നോക്കട്ടെ, ടോപ്പിക്ക് തീർക്കണ്ടേ. നിങ്ങൾക്കിപ്പോ ടാസ്ക് എനിക്ക് ടാസ്ക് കിട്ടുന്നില്ല. ഞാനിപ്പോ ഭയങ്കര വലിയ റിസർച്ചിലാണ് ടാസ്കിന്റെ. ഞാനിപ്പോ ഇവിടെ ജെമിനിനോട് ChatGPT-നോട് എല്ലാവരും ചോദിക്കണം, ഓൺലൈൻ സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുന്ന ടാസ്ക് ഒക്കെ ഒന്ന് പറയാമോ? അവര് വരെ ഇപ്പൊ എന്നെ കൈയൊഴിഞ്ഞു. അവര് ചോദിക്കാണ്, ഇത്രയും ടാസ്ക് ഞാൻ തന്നില്ലേ, ഇനി ടാസ്ക് ഒന്നും കയ്യിലില്ല. ഓക്കെ, യെസ്, എഴുതി കഴിഞ്ഞോ ഈ ബോക്സ്? ഇത് ജസ്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. സോ വി ക്യാൻ മൂവ് ടു കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിൽ എങ്ങനെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്? കോൺവെക്സ് മിററിൽ എപ്പോഴും ഇമേജ് ഇറക്റ്റ് ആയിരിക്കും. ജസ്റ്റ് നോട്ട് ചെയ്യാം. കോൺവെക്സിനകത്ത് നമുക്ക് കണ്ടീഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് ഇറക്റ്റ്. കോൺവെക്സിൽ എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. ഫാർ അതുപോലെ തന്നെ ക്ലോസ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഡിമിനിഷ്ഡ്. ഇറക്റ്റ് ആയിരിക്കും, അതിൻ്റെ കൂടെ അത് ചെറുതുമായിരിക്കും. ഓൾവേസ്. ഇനി നമ്മൾ ഒബ്ജക്റ്റിനെ മിററിൽ നിന്ന് കുറച്ചിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇമേജിന്റെ സൈസ് കുറച്ചിങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സൈസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് എപ്പോഴും ചെറുതായിരിക്കും, പക്ഷെ അതിങ്ങനെ ചെറുതായി വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കും. അല്ലാതെ അത് വലുതാവാനോ സെയിം സൈസ് ആവാനോ പോകുന്നില്ല. ചെറുതായിക്കൊണ്ടേയിരിക്കും. ചെറുതാണ്, അത്രയും മതി. ഓൾവേസ് ഇറക്റ്റ്, ഓൾവേസ് ഡിമിനിഷ്ഡ്. ഓക്കെ. ആൻഡ് ഇമേജ് ഓൾവേസ് അപ്പിയർ ബിഹൈൻഡ് ദ മിറർ. നമ്മൾ പ്ലെയിൻ മിറർ പഠിക്കുന്ന പോലെ തന്നെ ഇമേജ് എപ്പോഴും ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. മിററിന്റെ ബാക്കിലായിരിക്കും ഫോം ചെയ്യുന്നത്. ജസ്റ്റ് ഈ പോയിന്റ്സ് നോട്ട് ചെയ്യാം. ഫസ്റ്റ് 2 പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇറക്റ്റ്, ഡിമിനിഷ്ഡ്. ഇറക്റ്റും ഡിമിനിഷ്ഡും. ഇനി മിററിൽ നിന്ന് ഇങ്ങനെ ഡിസ്റ്റൻസിലോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ചെറുതായിക്കൊണ്ടിരിക്കും. എഴുതി കഴിഞ്ഞു.
മനസ്സിലായെങ്കിൽ ക്രോസ് വേവ്സ്. ക്രോസ് ക്രോസ് ക്രോസ്. ധൻജയ് അൽക്കിയ. ഓക്കെ, ഇതാരാ എഴുതിക്കൊണ്ടിരിക്കുന്ന ആള്? ഹരിപ്രിയാണോ? അല്ല, താഴെ താഴെ ഹരിനന്ദ അല്ലേ ഇത്? ഹരിനന്ദയാണത്. ആ, ഹരിനന്ദ. ഓക്കെ ഓക്കെ. ശ്രേയ, നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരാളെ ഞാൻ എപ്പോഴും ഇങ്ങനെ സെപ്പറേറ്റ് വിളിച്ച് ചോദിക്കണം. ഓക്കെ, എഴുതി കഴിഞ്ഞു. ഓക്കെ, പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് 2 പോയിന്റ്സ് മിസ് ചെയ്യരുത് കേട്ടോ. ഇറക്റ്റും ഡിമിനിഷ്ടും അതെന്തായാലും ഓർത്തിരിക്കണം. ഓക്കെ, കോൺവെക്സിൽ നമുക്ക് ഈ ഒരു കേസ് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കാനില്ല. കാരണം 2 കേസസ് ഇല്ല. എപ്പോഴും ഓൾവേസ് ഇറക്റ്റ് ആൻഡ് ഓൾവേസ് ഡിമിനിഷ്ഡ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസ് കാണിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക് പഠിക്കാം. യെസ് 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 യെസ്. ഓക്കെ, ഇത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്ക് അയ്യോ മറ്റേ പാട്ട് ഏതായിരുന്നു? The wheels on the bus go round and round, round and round, round and round. The wheels on the bus go round and round, all through the. എന്തായിരുന്നു? അറിയില്ല. ആ പാട്ട് മുഴുവൻ അറിയാവുന്നവരുണ്ടോ? ജസ്റ്റ് എന്റെ കൂടെ ഒരു കമ്പനിക്ക് പാടാനായിട്ട് അറിയാവുന്നവരുണ്ടോ ആ പാട്ട്? അൽത്തിക്ക് അറിയോ? അൽത്തിക്ക് അറിയാവുന്നതാണ്. അറിയോ ആ പാട്ട്? ഒന്ന് പാട്. 2 ലൈൻസ്. ഫസ്റ്റ് 2 ലൈൻസ് ഒന്ന് പാട്. കൂടെ പാടാം, ഓഫ് കോഴ്സ്. അതിനല്ലേ ഞാൻ. പാടിക്കോ. The wheels on the bus go round and round, round and round, round and round. The wheels on the bus go round and round, all through the town. The horns on the bus go. Horns again. Beep beep beep. ഇതൊക്കെയാണ് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനുള്ളതെന്ന് പറ അനിയത്തിനോട്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് എനിക്ക് ഈ ഒരു അനിമേറ്റഡ് ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു പാട്ടാണ്ടാ. ഇതെന്താ? ഇത് എന്ത് വെഹിക്കിൾ ആണിത്? നോർമൽ ബസ്സോ അല്ലെങ്കിൽ നോർമൽ ഒരു എന്താ പറയാ, നോർമൽ വെഹിക്കിൾ ആണോ ഇത്? ഇത് വേറൊരു സ്പെഷ്യൽ വെഹിക്കിൾ ആണ്. ഇതെന്താണിത്? ഒച്ചയിൽ പറഞ്ഞേ, ഒച്ചയിൽ പറയാം എല്ലാവരും. ആംബുലൻസ്. ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ആംബുലൻസ് ആണെന്ന്? ഇത് ആംബുലൻസ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഹൗ ഡിഡ് യു ഗൈസ് റീഡ് ദിസ്? ഇതെങ്ങനെ നിങ്ങൾ വായിച്ചു? മത്തങ്ങക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതെങ്ങനെ എഴുതിയാക്കുന്നത്? അത് മിസ് പറ. അത് പറയണം. ബിക്കോസ് ഇവിടെ നമ്മൾ നമ്മൾ തലയിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ളത് ഇൻവേർട്ടഡ് ആയിട്ടാണ് അല്ലെ. അതിങ്ങനെ ഷിഫ്റ്റ് ചെയ്താണ് എഴുതിയിട്ടുള്ളത്, തിരിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഫോർവേഡ്. എന്തിനാണ് ആംബുലൻസിനെ അങ്ങനെ തിരിച്ചെഴുതുന്നത്? അറിയാവുന്നവർ വേവ് ചെയ്യാം. അറിയാവുന്നവർ വേവ് ചെയ്യാം. യെസ്, വിനായക്. എന്തിനാണ് അങ്ങനെ തിരിച്ചെഴുതുന്നത് ആംബുലൻസ്? ബാക്കിന്ന് എഴുതി കൂടെ കാണുമ്പോ, മിററിലൂടെ കാണുമ്പോൾ നമുക്കത് കറക്റ്റ് ഓർഡറിൽ ആംബുലൻസ് എന്നായിരിക്കും കാണുന്നത്. പക്ഷെ നമുക്ക് നേരെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അതിങ്ങനെ തിരിഞ്ഞായിരിക്കും കാണുന്നത്. ഇതിനെ നമ്മളൊരു പ്രത്യേക ഫിനോമിനൻ വെച്ചിട്ടാണ് വിളിക്കുന്നത്. ആ ഫിനോമിനൻ ആണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഇൻ എ പ്ലെയിൻ മിറർ. ഓക്കെ, ഒരു പ്ലെയിൻ മിറർ എടുത്തിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഒരു പ്ലെയിൻ മിറർ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും എഴുന്നേറ്റ്, ഓൾ സ്റ്റാൻഡ് അപ്പ്. നോക്കട്ടെ, എവരിബഡി പ്ലീസ് സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. ഇത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്യണോടാ ഞാൻ? അതിലേ സ്റ്റാൻഡപ്പേ പറഞ്ഞോളൂ കേട്ടോ, റണ്ണ് പറഞ്ഞില്ല ഞാൻ. ട്വിസ്റ്റ് വിളിക്കല്ലേ? ഓക്കെ, യെസ്. എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞെങ്കിൽ നമ്മളിപ്പോ ഒരു മിററിന്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. വി ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ഒരു പ്ലെയിൻ മിറർ നിൽക്കുന്നു, മിററിന്റെ മുന്നിൽ നിൽക്കുന്നു. ധൻജയുടെ മിറർ ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രോപ്പർട്ടി കറക്റ്റ് ആണെന്നുള്ളത് യു ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് റിയൽ ഓർ നോട്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മിററിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഹെയർ ഒക്കെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, പെർഫെക്റ്റ് അല്ലേ? ചിരിയൊക്കെ സെറ്റ് അല്ലേ? ഓക്കെ ആണ്. ഇനി നമ്മൾ മിററിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഒന്ന് റേസ് ചെയ്യുന്നു. റൈറ്റ് ഹാൻഡ്, റൈറ്റും ലെഫ്റ്റും കണ്ടാലും അറിയാം. റൈറ്റ് ലെഫ്റ്റ് അറിയാലോ, ഫുഡ് കഴിക്കുന്നത് റൈറ്റ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് ഒന്ന് റേസ് ചെയ്തു. അപ്പോൾ മിററിൽ നമുക്കൊരു ഇമേജ് കാണാം, നമ്മുടെ ഇമേജ് കാണാം. ഇനി നമ്മൾ ആ ഇമേജിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് നോക്കാൻ പോവാണ്. ആ ഇമേജിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ആ ഇമേജിന്റെ ഏത് ഹാൻഡ് ആയിരിക്കും പൊങ്ങിയിട്ടുണ്ടാവുന്നത്? ഒന്ന് വിളിച്ചേ, ഒരാൾ വിളിച്ചേ മിസ്. വേദ്. എടാ, നീ പൊക്കി വെച്ചിട്ടുള്ളത് നിന്റെ റൈറ്റ് ഹാൻഡ് ആണ്.
പക്ഷേ നിന്റെ ഇമേജിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഇമേജ് ഒരു വേറൊരു വേദാണെന്ന് വിചാരിക്കാം. ഇമേജ് എന്ന് പറയുന്നത് വേറൊരാളാണെന്ന് വിചാരിക്കാം. ആ വേദിന്റെ ഏത് കൈയായിരിക്കും പൊങ്ങിയിട്ടുണ്ടാവാം? ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ കൈ പൊക്കി വെച്ചിരിക്കുന്നു, എന്റെ ഇമേജ് ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അതായത് എന്റെ ഇമേജ് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ ഈ കൈയാണ് പൊങ്ങിയിരിക്കുന്നത് അല്ലെ. ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ഈ കൈ ആയിരിക്കും വരുന്നത്. ആൻഡ് ദിസ് ഈസ് മൈ ലെഫ്റ്റ് ഹാൻഡ്. കേട്ടോ, വിത്ത് എക്സാമ്പിൾ ആരാണത്? ഋഗ്വേദ്. അടിപൊളി, സൂപ്പർ. കാണിച്ചു തന്നോ എനിക്ക് മിററിൽ? മിസ് അത് കണ്ടോ? സെറ്റ്. ഓക്കെ, അപ്പോ ഞാൻ എന്റെ റൈറ്റ് ഹാൻഡ് പൊക്കി എന്റെ മിറർ ഇമേജ് ആയിട്ട് ഞാൻ അടുത്ത ആളെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും പൊങ്ങിയിട്ടുണ്ടാവുന്നത്. ഓക്കെ, അതായത് മിററിനകത്ത് പ്ലെയിൻ മിററിൽ നമ്മുടെ റൈറ്റ് സൈഡ് ഇമേജിന്റെ ലെഫ്റ്റ് സൈഡ് ആവുന്നു, ഒബ്ജക്റ്റിന്റെ ലെഫ്റ്റ് സൈഡ് ഇമേജിന്റെ റൈറ്റ് ആകുന്നു. ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ യു ക്യാൻ സിറ്റ്. നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്റ്റീവേ, ക്ലിയർ അല്ല അങ്ങോട്ട് നിൽക്കുന്നതാണോടാ നീ? ക്ലിയർ അല്ല, ക്ലിയർ അല്ല. എന്താ നിൽക്കുന്ന? എന്താ ക്ലിയർ അല്ല? എന്താ ഡൗട്ട്? വിളിച്ച് എന്താ ഡൗട്ട്? സ്റ്റീവ് പറയട്ടെ, എന്താ ഡൗട്ട്? എന്നാ ഇരിക്കോ സഹോദര, പ്ലീസ് ഇരിക്കടാ. ഇരുന്ന് കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോ ഈ ഒരു ഫിനോമിനെ പ്ലെയിൻ മിററില് ഒബ്ജക്റ്റിന്റെ ലെഫ്റ്റ് അല്ല, ഒബ്ജക്റ്റിന്റെ റൈറ്റ് ലെഫ്റ്റ് ആകുന്നു, ഒബ്ജക്റ്റിന്റെ ലെഫ്റ്റ് ഇമേജിന്റെ റൈറ്റ് ആകുന്നു. ഈ ഒരു ഫിനോമിനെ നമുക്കൊരു സ്പെഷ്യൽ നെയിം വെച്ചിട്ട് നമുക്ക് വിളിക്കാം. ആൻഡ് ദാറ്റ് ഈസ് ലാറ്ററൽ ഇൻവേർഷൻ. ഓക്കെ, ലാറ്ററൽ ഇൻവേർഷൻ. And the definition goes like, in a plane mirror, അല്ല ഏതെങ്കിലും മിറർ ആയിക്കോട്ടെ, പ്ലെയിൻ തന്നെ വേണമെന്നില്ല. In a mirror, what appears on the left is actually the reflection of the right of the object and vice versa. Vice versa എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു. ഓക്കെ, അതായത് വാട്ട് അപ്പിയേഴ്സ് ഓൺ ദ ലെഫ്റ്റ്, ലെഫ്റ്റ് ആയിട്ട് കാണുന്നത് ആക്ച്വലി എന്താണ്? റൈറ്റിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും. ആൻഡ് വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആയിട്ട് കാണുന്നത് ലെഫ്റ്റിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും. അതങ്ങനെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് എഴുതണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ വൈസ് വേഴ്സ എന്ന് എഴുതുന്നത് കേട്ടോ. ദിസ് ഈസ് കോൾഡ് ലാറ്ററൽ ഇൻവേർഷൻ ഓഫ് മിറേഴ്സ്. കോൾ സമ്മ. വെയിറ്റ്. എടാ, ലാറ്ററൽ ഇൻവേർഷൻ നിനക്ക് മനസ്സിലായതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഓക്കെ, അതായത് നമ്മുടെ റൈറ്റ്, ഒബ്ജക്റ്റിന്റെ റൈറ്റ് ഇമേജിന്റെ ലെഫ്റ്റ് ആവും, ഒബ്ജക്റ്റിന്റെ ലെഫ്റ്റ് ഇമേജിന്റെ റൈറ്റ് ആവും. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പൊ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇൻ എ മിറർ വാട്ട് അപ്പിയേഴ്സ് ഓൺ ദ ലെഫ്റ്റ് ഈസ് ആക്ച്വലി ദ റൈറ്റ് സൈഡ് ഓഫ് ദ റൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് വൈസ് വേഴ്സ. ഇനി അത് കണ്ടിന്യൂ ബാക്കി എഴുതണമെങ്കിൽ എഴുതാട്ടോ നിങ്ങൾക്ക്. അതെങ്ങനെ വരും? അപ്പോൾ വാട്ട് അപ്പിയേഴ്സ് ഓൺ ദ ലെഫ്റ്റ് ഈസ് ആക്ച്വലി ദ റിഫ്ലക്ഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് വാട്ട് അപ്പിയേഴ്സ് ഓൺ ദ റൈറ്റ് ഈസ് ആക്ച്വലി ദ റിഫ്ലക്ഷൻ ഓഫ് ദ ലെഫ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അങ്ങനെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. ചിലർക്ക് കൂടുതൽ എഴുതാനായിരിക്കും ഇഷ്ടം. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ 1 മാർക്കിന്റെ ക്വസ്റ്റിന് ഞാൻ 5 മാർക്കുള്ളത് എഴുതി വെക്കും, പക്ഷെ ആൻസർ അതായിരിക്കില്ല. ഓക്കെ, അതാണ് ട്വിസ്റ്റ്. ഓക്കെ, അപ്പൊ ലാറ്ററൽ ഇൻവേർഷൻ മനസ്സിലായി, ഡെഫിനിഷൻ ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം ഒന്നുകൂടെ ഒന്ന് വേവ് ചെയ്യാം കേട്ടോ. വി ഹാവ് ടൈം. യെസ്, ഇനി നമ്മളിപ്പോൾ ഓൾറെഡി കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും ഇമേജിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പഠിച്ചു അല്ലേ? ഇറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്, എൻലാർജ്ഡ് ആണ്, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് പഠിച്ചു. ഇത്ര നേരമായിട്ട് നമ്മൾ പ്ലെയിൻ മിററിലെ ഇമേജസിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയില്ല. ബട്ട് വി നോ ദാറ്റ് അല്ലെ, നമുക്കറിയാം അത് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. പ്ലെയിൻ മിററിൽ നമ്മൾ എവിടെ ഏത് ഡിസ്റ്റൻസിൽ നിന്ന് കഴിഞ്ഞാലും ഇമേജ് എന്തായിരിക്കും? നേരെ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. സൈസ് എന്തായിരിക്കും? സെയിം സൈസ് ആയിരിക്കും. ആൻഡ് നമുക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം, ഇറ്റ് ഷോസ് ലാറ്ററൽ ഇൻവേർഷൻ. അതുകൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ഹെഡിങ് നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് ഇൻ പ്ലെയിൻ മിറർ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഓക്കെ ആണ്, പക്കയാണ്, പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം ഒരു സിമ്പിൾ തമ്പ്. വേറെ നമുക്ക് ആഡംബരങ്ങളൊന്നുമില്ല, സിമ്പിൾ തമ്പ്. ഓക്കെ അല്ല? യെസ്. അപ്പൊ നമുക്കിനി പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ ഒരു 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. ഇമേജ് ഈസ് ഓൾവേസ് ഇറക്റ്റ്. ഇമേജ് എപ്പോഴും ഇങ്ങനെ നിവർന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കുള്ളൂ അല്ലേ? നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ പ്ലെയിൻ മിററിനകത്ത് നമ്മൾ തലകുത്തിക്കണ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇറ്റ്സ് ഓൾവേസ് ഇറക്റ്റ്.
ആൻഡ് ഇമേജ് ഇസ് ഓൾവേസ് സെയിം സൈസ് ആസ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെ സൈസ് എപ്പോഴും സെയിം ആയിരിക്കും ബിക്കോസ് ഇറ്റ് ഈസ് പ്ലെയിൻ മിറർ. ആൻഡ് ലാറ്ററൽ ഇൻവേർഷൻ ഒക്യൂസ്. ലെഫ്റ്റ് റൈറ്റ് റിവേഴ്സൽ സംഭവിക്കും അല്ലേ? ലാറ്ററൽ ഇൻവേർഷൻ ഒക്യൂസ്. 3 പോയിന്റ്സ് എഴുതാം കേട്ടോ. എഴുതി കഴിഞ്ഞാൽ പ്ലീസ് വേഗം. എഴുതി കഴിഞ്ഞവരുണ്ടോ? എഴുതി കഴിയാത്തവർ വേഗം എഴുതി തീർക്കാം. വിനായക്, പ്രാർത്ഥന, ആരാൻ്റെ ഒപ്പം കളിക്കാൻ വരുന്നേ? ഞാൻ ജയിച്ച്. പ്രാർത്ഥന ഇതാണ്, റോക്കാണ് പിടിച്ചിരുന്നത്, ഞാൻ പേപ്പറായിരുന്നു. I won. സോറി. ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഞാൻ എന്താണ്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും ഇമേജിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. വെരി ക്ലോസും വെരി ഫാറും പഠിച്ചു. കോൺവെക്സ് പഠിച്ചില്ലായിരുന്നു. കോൺവെക്സ് ജസ്റ്റ് എന്താണ്, എപ്പോഴും ഇറക്റ്റ് ആണ്, എപ്പോഴും ഡിമിനിഷ്ഡ് ആണ്. അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പ്ലെയിൻ മിററിൻ്റെ 3 പഠിച്ചു. അത് നമ്മൾ എന്തായാലും മറക്കില്ല ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് ഇറക്റ്റ്, ഓൾവേസ് ദ സെയിം സൈസ് ആൻഡ് ലാറ്ററൽ ഇൻവേർഷൻ. ഓക്കെ, ആ 3 പോയിന്റ് കൂടി പഠിക്കണം. അപ്പോൾ ഇത് മൊത്തം പഠിക്കാനായിട്ട് ഞാനൊരു 2 more minutes തരാണ് കേട്ടോ. 2 മിനിറ്റ് ഉണ്ട്, ലാവിഷായിട്ട് പഠിച്ചോ, കുറേ സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനൊരു ടാസ്ക് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. ഗേൾസ് ആൻഡ് ബോയ്സ്, ദിസ് ഇസ് ഫോർ യു. ഓക്കെ മിസ്. കുറേ പേര് കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ ടാസ്കിലൂടെ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഗേൾസ് ആൻഡ് ബോയ്സ്, ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്, ഇത്തവണ കുഴപ്പമില്ല. എന്ത് വേണം, ഇതിപ്പോൾ മിസ്സായതുകൊണ്ടേ, നമ്മൾ രണ്ടുപേരും ഗേൾസ് ആയതുകൊണ്ടേ നമ്മൾ ആർക്ക് എന്നൊരു കാര്യം ചെയ്യാം. ഞാൻ ബോയ്സിന്റെ ടീം. ബോയ്സ്, യെസ്, നമ്മൾ പവർ കാണിച്ചേ ബോയ്സ്. പവർ കാണിക്കൂ, നിങ്ങളുടെ പവർ കാണിക്കൂ. എനിവേസ് തോറ്റു തരരുത്. ബോയ്സിന്റെ ടീം ആണെങ്കിലും എന്താ പറയാ, ഗേൾസ് നോക്കരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. ബോയ്സ്, നമ്മൾ ഇന്ന് വിൻ ചെയ്യാൻ പോവാണ്ടോ? ഇത് നേഹ മിസ്സിന്റെ വാക്ക്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോ അറ്റ് എ ടൈം നമുക്കൊരു ഗേളും ബോയും വേണം മിസ്. Yes, of course. We have Amy and Eric on the screen. Okay. ആരൊക്കെയാണ്? എമിയും എറിക്കും. ഓക്കെ, എമി ആൻഡ് എറിക്, പ്ലീസ് അൺമ്യൂട്ട്. Yes. Unmute അല്ല, രണ്ടുപേരും ഹായ് പറയൂ പ്ലീസ്. എടാ, ഹായ് കാണിക്കാനല്ല, ഹായ് പറയൂ. എനിക്കപ്പോ എറിക്ക നീ ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ലെറ്റർ ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കുമോ ഇല്ലയോ? എമി, കാണിക്കോ ഇല്ലയോ? എന്താണ് രണ്ടുപേരുടെ ആൻസർ നോ ആണോ? എന്താ കാണിക്കോ ഇല്ലയോ? എമി പറയുന്നു കാണിക്കുമെന്ന്, എരിക്ക് പറയുന്നു കാണിക്കില്ല എന്ന്. എമിയാണ് ജയിച്ചിരിക്കുന്നത് ബിക്കോസ് ഈ ലെറ്റർ ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കും. ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ലെറ്ററിനെ നമ്മൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും. അതായത് മിററിൽ അത് തിരിഞ്ഞായിരിക്കും കാണുന്നത്. അങ്ങനെ തിരിഞ്ഞ് കാണുന്ന ലെറ്റേഴ്സ് ആണ് ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കുന്ന ലെറ്റേഴ്സ്. ഓക്കെ, ലാറ്ററൽ ഇൻവേർഷൻ ഉള്ള ലെറ്റേഴ്സ് എന്തായിരിക്കും, തിരിച്ചെഴുതിയാൽ വേറെ പോലെ ആയിരിക്കും. പക്ഷേ ഈ ലെറ്റർ ഒന്ന് നോക്കിയേ, എ എന്ന് പറയുന്ന ലെറ്റർ, അത് നമ്മൾ ലെഫ്റ്റും റൈറ്റും തിരിച്ചെഴുതിയാലും ഇറ്റ് ഈസ് എ, ഇറ്റ്സ് ഓൾവേസ് എ. ഓക്കെ, അത് ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കില്ല. ഇനി തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് എന്ത് കാണിക്കും, ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കും. മനസ്സിലായെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ ലെറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പോ അടുത്ത ഗേൾ ആൻഡ് ബോയ് വരട്ടെ മിസ്. അഭിനന്ദന ആൻഡ് സായന്ത്. ഓക്കെ, ഇപ്പൊ ബോയ്സിന് ഒരു പോയിന്റ് ആയില്ലേ? അല്ല, ഗേൾസിന് ഒരു പോയിന്റ്, ബോയ്സിന് 0. ഓക്കെ, എടാ ജയിക്കണോട്ടാണോ? സെറ്റ്. ഓക്കെ, നമ്മള് ഒരു ഒബ്ജക്റ്റിനെ
കോൺകേവ് മിററിൽ നിന്ന് വെരി ക്ലോസ് വെച്ചിട്ടുണ്ട്. ഇമേജ് ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? Yes. രണ്ടുപേരും ഒരുമിച്ച് ആണ് പറഞ്ഞത് മിസ്. അഭിനന്ദനയുടെ voice ആണ് ആദ്യം കേട്ടത്. പക്ഷേ അഭിനന്ദനയുടെ voice ആണ് അത് ചെറിയ റേഞ്ചിന്റെ ഇതാണ്. അല്ല. ഇല്ല മിസ്, അഭിനന്ദനയുടെ voice ആണ് ഞാനേ പക്ഷെ അവന്റെ ലിപ്പ് അനങ്ങുന്നത് കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വോയിസ് വന്നത്. രണ്ടുപേരും ഒരുമിച്ചാ പറഞ്ഞത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. രണ്ടുപേരോട് കൂടി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. ഇതില് ആരുടെ സൗണ്ട് ആദ്യം കേൾക്കുന്നു അത് നമ്മൾ ഉറപ്പിക്കുകയാണ്. അഭിനന്ദന കോൺകേവ് മിററില് വെരി ഫാർ നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എൻലാർജ്ഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ? അവൻ എൻലാർജ്ഡ് ആണ് പറഞ്ഞത്. ഡിമിനിഷ്ഡ് അല്ലേ അഭിനന്ദന പറഞ്ഞത്? ഡിമിനിഷ്ഡ് ആണ് കറക്റ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഗേൾസ് നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്റെ ടീം ഗേൾസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തോക്കും. ഇതെന്ത്? ദിസ് ഇസ് നോട്ട് ഫെയർ. എനിക്ക് ജയിക്കാനൊരു അവസരം തന്നൂടെ? വൈ കാണ്ട് യു ഗൈസ് ജസ്റ്റ് ഗിവ് മീ വൺ ചാൻസ് ടു വിൻ? വാട്ട് ഈസ് ദിസ്? ഐ ക്വിറ്റ്. എനിക്ക് പറ്റില്ല, ഞാൻ നിർത്തി. ഒരു ഗേൾ ആൻഡ് ബോയ്, ലാസ്റ്റ് വൺ. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പായിട്ടുണ്ട് ഗേൾസ് ആണ് വിൻ ചെയ്യുന്നത്. ഗോകുലും ശ്രേയ. ഓക്കെ, ശ്രേയ എനിക്ക് വേണ്ടി തോറ്റു തന്നെ. എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ. ഗോകുൽ ആൻഡ് ശ്രേയ. ഓക്കെ, tell me whether this letter shows lateral inversion or not. No, അവൻ നോ പറഞ്ഞു ഓൾറെഡി. ഗോകുൽ നോ പറഞ്ഞു ഓൾറെഡി. ഇവിടെ ഹലോ വരെ എത്തിയിട്ടുള്ളൂ. ഇനി അവള് തോറ്റ് തന്നാണോ മനഃപൂർവ്വം? അല്ല, ഗോകുൽ പറഞ്ഞായിരുന്നു. ഓക്കെ, യെസ്, കുഴപ്പമില്ല. അവൾ പ്രോസസ്സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്ത ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞില്ല. ഒരു ചാൻസും കൂടി. ഗേൾ ആൻഡ് ബോയ്. നേത്ര. വിനായക് ആൻഡ് നേത്ര. വീഡിയോ ഓഫ് ചെയ്ത് പോവല്ലേ? നീ ഇങ്ങനെ പേടിച്ചു പോയാലും എങ്ങനെ ശരിയാവും? ഓക്കെ ഫൈൻ, ഞങ്ങൾ ജയിക്കും, പേടിക്കല്ലേ ഇങ്ങനെ. അപ്പൊ അടുത്തൊരു ലെറ്റർ കാണിക്കാൻ പോവാണ്. അത് ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കോ ഇല്ലെന്ന് വേണം പറയാൻ കേട്ടോ. പെട്ടെന്ന് പറയണം. നേത്ര അൺമ്യൂട്ട് ആയിട്ടില്ല ഇപ്പോഴും. ഓക്കെ, ലെറ്റർ എഴുതാണ്. യെസ് ഓർ നോ പറഞ്ഞാൽ മതി. ലാറ്ററൽ ഇൻവേർഷൻ യെസ് ഓർ നോ. വിനായക, നീ നോ പറഞ്ഞാടാ. ഇത് ലാറ്ററൽ ഇൻവേർഷൻ ഷോ ചെയ്യും. ബിക്കോസ് സെറ്റിന് ഇങ്ങനെ എഴുതി ഇങ്ങനെ വരും. കുഴപ്പമില്ല ഗേൾസ്. ഓക്കെ ഫൈൻ, ഞാൻ തോറ്റെങ്കിലും കുഴപ്പമില്ല. ഗേൾസ് ജയിച്ചല്ലോ, അത് മതി എനിക്ക്. അല്ല, ഇനിയിപ്പോ ഗേൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ വിക്ടറി സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. ബോയ്സ് പക്ഷെ നമ്മളാണ് അടിപൊളിയായിട്ട് കളിച്ചത്. നമുക്ക് ചെറിയൊരു റേഞ്ചിന്റെ ഇഷ്യൂ വന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ ആയിട്ട് കളിച്ചാനെ. അല്ല പിന്നെ. ഗേൾസ് എന്തായാലും നിങ്ങൾ ജയിച്ച സ്ഥിതിക്ക് യു ക്യാൻ ജസ്റ്റ് സെലിബ്രേറ്റ്. ഞാൻ അതില് പരാതി ഒന്നും പറയില്ല. സ്റ്റീവെ നമ്മള് ഇപ്പൊ തൽക്കാലത്തേക്ക് വിട്ടുകൊടുത്തായിട്ട് പ്രഖ്യാപിക്കാം. സ്റ്റീവ് നമുക്ക് വിട്ടുകൊടുത്തതായിട്ട് പറയാം. കുഴപ്പമില്ല തൽക്കാലത്തേക്ക്. ഓക്കെ, യെസ്. അപ്പൊ എനിവേസ് നമ്മള് ഡിസ്കസ് ചെയ്തത് പ്ലെയിൻ മിറർ വരെയുള്ള പ്ലെയിൻ മിററിന്റെ എന്താണ് ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. കോൺകേവിന്റെയും കോൺവെക്സിന്റെയും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ മിറേഴ്സിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത് ഇനി ഞാൻ ഒരു കുറച്ച് ടൈം പഠിക്കാൻ വേണ്ടി തരാണ്. ഞാൻ എന്തൊക്കെ ചോദിക്കുന്ന അറിയോ? ഇത് ചോദിക്കും, പിന്നെ ലാറ്ററൽ ഇൻവേർഷന്റെ ഡെഫിനിഷൻ ചോദിക്കും, അതുപോലെ പ്ലെയിൻ മിററിന്റെയും സ്ഫെറിക്കൽ മിറേഴ്സിന്റെയും ഡെഫിനിഷൻ ചോദിക്കും. ഓക്കെ ആണോ? പ്ലെയിൻ മിററിന്റെയും സ്ഫെറിക്കൽ മിററിന്റെയും ഡെഫിനിഷൻ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചില്ലായിരുന്നു ഒരു ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻസ്, ദെൻ ഈ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ അതുപോലെ ലാറ്ററൽ ഇൻവേർഷന്റെ ഡെഫിനിഷൻ. ഇത്രയുമാണ് പഠിക്കേണ്ടത് ഇപ്പോൾ. ഓക്കെ, വേഗം സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ.